ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സുധി സുധർമ്മൻ. അങ്ങനെ നമ്മളിന്ന് എംബ്രാൻ മൂവിക്ക് പോവുകയാണ്. അപ്പോൾ അന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് തിരിച്ചു വരാം. മൂവി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഓക്കെ. അങ്ങനെ സദുഷ് വന്നു, നമ്മളെ പിക്ക് ചെയ്തു. നമ്മളങ്ങനെ എംബ്രാൻ മൂവി കാണാൻ പോവുകയാണ്. വീടിന് അവിടുന്ന് ഒരു 16 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഹൈവേ കൂടെ ഇങ്ങനെ ചീരിപ്പായാണ് കണ്ടിട്ടേ. ഇനി നമുക്കൊരു 6 മൈലോളം ഉള്ളൂ കാണാൻ. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന എമ്പുരാൻ കാണാനായിട്ട് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് കണ്ടിട്ട് വിശേഷങ്ങൾ പറയാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ഇതാണ് റീഗൽ സിനിമാസ്. US ഒരു PVR, നമ്മുടെ ഇന്ത്യയിലെ PVR ഒക്കെ പോലെ തന്നെ അമേരിക്കയിലെ റീഗൽ സിനിമാസ് ഒരു തിയേറ്റർ ചെയിനാണ്. ഇതിനുള്ളിൽ ഏകദേശം ഒരു 18-19 സ്ക്രീൻ ഉണ്ടാവും. മലയാളം, വിവിധ ലാംഗ്വേജിൽ. അതുപോലെ തന്നെ മലയാളികൾ കുറവായിരിക്കും, കാരണം ഓരോരുത്തരും പല ടൈമിലാണല്ലോ കാണുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ അകത്ത് കയറി പോപ്കോൺ മേടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആരോ പറയുന്ന കേട്ട് ഒരു തവണ നമ്മൾ പോപ്കോൺ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 തവണ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. അത് ചില സമയങ്ങളിൽ അങ്ങനെ ആയിരിക്കും, ചില ഓഫറുകൾ. കഴിഞ്ഞോ? നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സദുഷാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരെ തിയേറ്ററിനകത്തായിട്ട് കണ്ടില്ലേ, ഒരുപാട് സ്ക്രീൻസ് ഉണ്ട്. തിയേറ്ററിനകത്തേക്ക് കയറി. ആക്ച്വലി ഈ സൈഡും ഫുള്ള് സ്ക്രീനാണ്. ഏകദേശം 18-19 സ്ക്രീൻസ് ഉണ്ട് ഇവിടെ. അപ്പം നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് 4 ആണ്. അവിടെ എമ്പുരാൻ 4:20 ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്ക്രീൻ കണ്ടല്ലേ. അങ്ങനെ എന്തായാലും തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, സൗണ്ട്, സ്ക്രീന് ഇതെല്ലാം അടിപൊളിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അവിടെ ഇവിടെയായിട്ട് എന്തായാലും 5-10 മലയാളികൾ ഇരിപ്പുണ്ട്. അതുകൊള്ളും, നൈസായിട്ടൊരു നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ, ഒന്ന് കൂവിയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ കയറി സ്ക്രീൻ. അപ്പം നല്ലൊരു പടം വരുന്നു, അതിൻ്റെ തിയേറ്ററിൽ കാണുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഫോണിൽ കാണുന്നതിലുപരി ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണമെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ആ സൗണ്ട്, ആ ക്ലാരിറ്റി എല്ലാം കിട്ടുന്നതിന്, അത് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പടം തുടങ്ങിയിരിക്കുന്ന കേസ് രോമാഞ്ചം വേറെ എഴുതി കാണിച്ചപ്പോൾ നമ്മളൊരു വേറൊരു മൂഡിലായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് സീനുകൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞ് ഗൈസ്, ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ഇന്നലെ പോയിട്ട് എല്ലാ ഫിലിമെല്ലാം കണ്ടു, എമ്പുരാൻ കണ്ടു. നമ്മുടെ കൂടെ വന്നവർക്കെല്ലാം പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കേരളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ആക്ടേഴ്സിനെയൊക്കെ വെച്ച് ഇത്രയും മനോഹരമായിട്ട് പടം എടുത്ത പൃഥ്വിരാജിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര കിടലൻ രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നുള്ളതാണ്. ഓക്കെ. ഇതിനകത്തുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ അത് പോട്ടെ, അതൊരു സൈഡിൽ നിൽക്കുന്നു. പക്ഷേ ഒരു കലയെന്ന രീതിയിൽ പുള്ളി അത് എടുത്ത് വെച്ചേക്കുന്നത് ഭയങ്കര രസമായിട്ടുള്ളതാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കിടന്ന് എല്ലാവരും സിനിമയിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു, അങ്ങനെയൊക്കെ അടി കൂടുന്നെങ്കിലും പുള്ളി ഒരു സൈഡിൽ കൂടെ എല്ലായിടും ഓടി നടന്ന് ഇങ്ങനെയുള്ള ആക്ടേഴ്സുമായിട്ട് കണ്ട് മീറ്റ് ചെയ്ത് അവരെ നമ്മുടെ ആ കുഞ്ഞു കേരളത്തിൽ നിന്ന് ഉള്ള ഒരു കുഞ്ഞു ഫിലിമിനകത്തേക്ക് ഇത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കിടലാണ് കേട്ടോ ഈ മലയാളികൾ. കാരണം അത്രയും നല്ല രീതിയിൽ എത്ര ഡയറക്ടേഴ്സും എത്ര പ്രൊഡ്യൂസേഴ്സും ഉണ്ടെന്നറിയാം ഇത്രയും കിടിലായിട്ട് പടം എടുക്കുന്നത്.
അത്രയും നമുക്ക് അഭിമാനിക്കാം, കാരണം അത് മലയാളികൾ എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ കലയെ സ്നേഹിക്കുന്ന കണക്കൊന്നും ആരും അങ്ങനെ സ്നേഹിക്കാൻ എനിക്കറിയത്തില്ല, അതങ്ങനെ സ്നേഹിക്കുമെന്ന് തന്നെ. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ പോകുന്നു. പിന്നെ പല ആൾക്കാർ ഇപ്പോൾ അശ്വന്ത് കോക്കിൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ കണ്ട്, കാരണം കോക്കിൻ്റെ റിവ്യൂ ഞാൻ കാണുന്നതാണ്. പക്ഷേ എന്നാലും അതിനകത്ത് ആൻ്റണി പെരുമ്പാവറിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ പുള്ളി പറഞ്ഞ് എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ആ പടം 2 മിനിറ്റ് പോലും ഇല്ലാത്തൊരു ഷോട്ടിൽ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടില്ല. എനിക്കത് വലിയ വൃത്തികേടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ അത് വേറെ വലിയൊരു ആക്ടറിനെ കൊണ്ടുവരണമെന്ന് പറയുന്നത്. പക്ഷേ പിന്നെ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, അയ്യോ ഇത്രയും വലിയ ആക്ടറെ വിളിച്ചിട്ട് ചെറിയ ഷോട്ടേ കൊടുത്തോളൂ എന്ന് പറയും. അത് സ്വാഭാവികം, നമ്മുടെ ഒരു രീതിയാണത്. പക്ഷേ അത് പുള്ളിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് അടിപൊളിയായിട്ടാണ് എന്താ പറയുക ഈ പൃഥ്വിരാജൊക്കെ കാസ്റ്റ് ചെയ്യുക, ഓരോരുത്തരെയും കാസ്റ്റ് ചെയ്തേക്കുന്നത് അവരായിട്ടുള്ള രീതിയിലുള്ള അവർ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്ത് ബോറടിക്കാനല്ല. ഈ 150 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് കൊടുക്കുന്ന ഇവിടെ ഞാൻ 1000 രൂപ അടുപ്പിച്ചൊക്കെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിൽ 180 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 180 രൂപയ്ക്ക് കാണാൻ പറ്റുന്ന വർത്തായിട്ടുള്ള സാധനം അവർ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെടും. ഞങ്ങളെല്ലാവരും അടുത്ത എമ്പുരാൻ 3ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് സുധീർ സുധർമ്മൻ, റൈഡർ ടൈൽസ്. ബൈ.